ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ ഒരു വോയിസ് ഇട്ടായിരുന്നു. പ്രീ മാർക്കറ്റിന് മുന്നേ തന്നെ ഞാനൊരു വോയിസ് ഇട്ടായിരുന്നു. ആ വോയിസ് വ്യക്തമായി കേട്ടവർക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും അല്ലേ? ഞാൻ എന്താണ് പറഞ്ഞത്? മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു അല്ലേ? 300 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് നൽകി. അപ്പോൾ ഞാൻ പറഞ്ഞു 300 പോയിൻറ്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന 24,947 അല്ലേ? അതിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 25,000 നമ്മൾ നോക്കണം. 25,000 ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് അതിന് മുകളിലോട്ട് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട്, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ തിരിച്ച് വന്ന് ഈ 888 ടെസ്റ്റ് ചെയ്യും എന്ന് ഞാൻ കൃത്യമായിട്ട് വോയിസിനകത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ കാണും, എന്താ ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. ഓക്കെ, ഈ സംഭവിച്ച കാര്യമാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇല്ലേ? 300 പോയിൻറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ, ഞാൻ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം, 300 പോയിൻറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി ഇല്ലേ? പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ തിരിച്ചൊരു റിവേഴ്സൽ പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ ഉണ്ടായി ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഇതുപോലെ തന്നെ തിരിച്ചു പോയി. ഇതെങ്ങനെ ഇവിടെ താഴോട്ട് വന്ന് പ്രോഫിറ്റ് ബുക്കിംഗ്, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സി എടുത്ത് ഹോൾഡ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരിക്കണം ഇത് ഇങ്ങോട്ട് താഴോട്ട് വന്നത് ഇല്ലേ? അപ്പം ഇനി അടുത്ത സംഭവിക്കുന്നത്, ഇനിയും ഞാൻ പറഞ്ഞു FIIs എത്രയാണ്? 92% എന്താണ്? ഷോർട്ടാണ്. 92% ഷോർട്ട് സൈഡിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇത്രയും ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നപ്പോൾ അവർക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹ്യൂജ് ലോസ്. നമ്മളെപ്പോലെ 1, 2, 10, 15 ലോട്ടല്ല, അവർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലോട്ടുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവർക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവരുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻ 300 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് വന്നപ്പം ഈ കയ്യിരിക്കുന്ന പൊസിഷൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഫ്യൂച്ചറാണ്. ആ പൊസിഷനൊക്കെ അവർ മാനേജ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഒന്നുകിൽ കുറച്ചൊക്കെ എക്സിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് അത് റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി കുറച്ചുകൂടെ മുകളിലോട്ട് മാറ്റിയോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയോ അവർക്ക് പൊസിഷൻ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പൊസിഷൻ എക്സിറ്റ് ആകുമ്പോൾ അവിടെ എന്താണ്? സെൽ സൈഡ് അല്ലേ? അപ്പോൾ ആ സെൽ സൈഡ് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, അവിടെ ബൈ സംഭവിക്കുന്നു ഇല്ലേ? അപ്പോൾ അങ്ങനെ ബൈ സംഭവിച്ച ഒരു മൂവ്മെൻറ്റാണ് നിങ്ങൾ ഈ കാണുന്ന സാധനം ഇല്ലേ? അവർ പൊസിഷൻസ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്കറ്റിന് സെറ്റിൽ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ പൊസിഷൻസ് എല്ലാം റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാർക്കറ്റ് ഏകദേശം ഒരു ചെറിയ ഷോർട്ട് കവറിങ് പോലെ വന്നു. കാരണം അവരുടെ പൊസിഷൻ അവർ സെൽ സൈഡ് അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഷോർട്ട് കവറിങ് വരും ഇല്ലേ? ചെറിയൊരു ഷോർട്ട് കവറിങ്ങോട് മാർക്കറ്റ് 25,000 വന്ന് ടെസ്റ്റ് ചെയ്തു ഇല്ലേ? 25,000 ടെസ്റ്റ് ചെയ്തപ്പം മാർക്കറ്റ് എത്ര ഗ്യാപ്പ് അപ്പ് കിട്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഗ്യാപ്പ് അപ്പ് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞുതരാം എത്രയെന്ന്. ഏകദേശം മാർക്കറ്റ് ക്ലോസ് എവിടെയാണ്? ഇവിടെയാണ്. നമുക്ക് നടന്നു നോക്കാം എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. ഇവിടെയാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇല്ലേ? ഇവിടുന്ന് ഇവിടം വരെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഏകദേശം 390, 380, 390, 400 പോയിൻറ്റിനടുത്ത്. ഏകദേശം 400 പോയിൻറ്റ്, അത്രയും ഇല്ലെങ്കിലും ഒരു 390, 400 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. അപ്പോൾ ഇനി അതിനുശേഷം മാർക്കറ്റ് പിന്നെയും ഫർദറായിട്ട് അപ്പ് മൂവ് ധരിക്കുന്നത് വളരെ മടയത്തരമാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് അന്ന് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറയാം. ഈ ഗ്യാപ്പ് അപ്പിനെ പറ്റിയും ഗ്യാപ്പ് ഡൗണിനെ പറ്റിയും കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഇത്ര പേർക്ക് ഓർമ്മയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നോർമലി നിഫ്റ്റി മൂവ് ചെയ്യുന്ന ഒരു 150 പോയിൻ്റാണ് സാധാരണഗതിയിൽ ഒരു മൂവ് ചെയ്യുന്നത്. 150 പോയിൻ്റാണ്. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രം നിഫ്റ്റി 150 to 250 മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, 250 to ഒരു 400 മൂവ് ചെയ്യണമെങ്കിൽ വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ ട്രാവൽ ചെയ്യാറുള്ളൂ. ഈ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ നേരം ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിലും 400 പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് വളരെ റെയറാണ്. 400 മുകളിൽ എന്ന് പറയുന്നത് വൺസ് ഇൻ എ വൈൽ വല്ലേ ഉള്ളൂ. വല്ല ഇലക്ഷൻ സമയത്തോ അല്ല ബജറ്റിൻ്റെ സമയത്തോ അങ്ങനെ വല്ല മാത്രമേ 400 മുകളിൽ മാർക്കറ്റ് പോകാറുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതൊക്കെ പറ്റി വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. അപ്പോൾ മാക്സിമം 25,000 ടെസ്റ്റ് ചെയ്തു മാർക്കറ്റ് അല്ലേ? 25,000 ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇവിടുത്തെ നോക്കുന്നത് എന്താണ്? ആന മടയത്തരമാണ് അല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം? ഇവിടെ ഷോർട്ട് കവറിങ് നടക്കണം. ഷോർട്ട് കവറിങ് റാലി നടന്ന് നല്ല രീതിയിൽ
മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അങ്ങനെ ഇവിടെ സംഭവിച്ചില്ല. ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മടയത്തരമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണ്, 400 പോയിൻറ്റ് മാർക്കറ്റ് ഓൾറെഡി കയറി അല്ലേ, 400 പോയിൻ്റ് ഓൾറെഡി മാർക്കറ്റ് കയറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് ടു ഒരു 30 മിനിറ്റ് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ തന്നെ അതിന് ചാൻസസ് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിനാരിയോയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റിൽ നമ്മൾ മാറി നിൽക്കാൻ അല്ലെങ്കിൽ കൃത്യമായ കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാതെ അത് കാണാതെ ഇതിനെ മണ്ടയ്ക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ മടല് വെട്ടി അടിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അത് പോട്ടെ, അത് വിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചേ, അതിനുശേഷം ഇവിടെ 25,000 ടെസ്റ്റ് ഞാൻ പറഞ്ഞു, രാവിലത്തെ വോയിസിനകത്ത് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ 25,000 ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ എന്താണ് ഉണ്ടായത്, ഇവിടെ നിങ്ങൾ നോക്കി, ഈ ക്യാൻഡിൽ നോക്കി എന്താ സംഭവിച്ചത് ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിങ് ഇല്ലേ, ബെയറിഷ് എൻഗൾഫിങ്. ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് അറിയാം, ബെയറിഷ് എൻഗൾഫിങ്. ഇത് കണ്ടപ്പോൾ തന്നെ കൺഫർമേഷനാണ് മാർക്കറ്റ് താഴോട്ട് വരും. അഥവാ താഴോട്ട് വന്നില്ലെങ്കിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഈ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കിവിടെ ട്രേഡ് നോക്കാം. അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് സുന്ദരമായിട്ട്, ഇതിനാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി പറഞ്ഞേ, ഇതാണ് ക്ലിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ട്രേഡുകൾക്കാണ്. ഞാൻ പറഞ്ഞില്ലേ 400 പോയിൻ്റ് ഗ്യാപ്പ്, അപ്പോൾ 400 പോയിൻറ്റോളം മാർക്കറ്റ് ട്രാവൽ ചെയ്തു. 25,000 എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ മെസ്സേജ് ഇട്ടു. 25,000 എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് 2 കൂട്ടരും മേലോട്ടും താഴോട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു ഇല്ലേ. അതിനുശേഷം നമ്മൾ നോക്കിക്കേ, ഒരു ബെയറിഷ് എൻഗൾഫിങ്. ഇവിടെ എടുത്ത ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കി എടുത്തവരെ ഞാൻ മടൽ വെട്ടി അടിക്കണമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം എന്താണ്, 400 ഞാൻ പറഞ്ഞു ഹ്യൂജ് ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പ് 400 പോയിൻറ്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്ത ശേഷം പിന്നെ അവിടുന്ന് മുകളിലോട്ട് പോകും എന്ന് ചിന്തിക്കുന്നത് വളരെ മടയത്തരമാണ്. വളരെ റെയർ സിനാരിയോയിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അതിന് പല കൺഫർമേഷൻസ് നമുക്ക് വേണം. പിന്നെ ഫർദറായിട്ട് അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഓക്കെ, എടുത്തവർ പറ്റിയവർക്ക് പറ്റി, ഇത് ഒരു പാഠമാണെന്ന് കണക്ക് കൂട്ടിയാൽ മതി. അതിനുശേഷം ഒരു ബെയറിഷ് എൻഗൾഫിങ് ഉണ്ടായി ഇല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോളി ഇടിച്ച് കുത്തി മേലോട്ട് പോയ മാർക്കറ്റിൻ്റെ മോളി വെച്ച് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടായാൽ അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കുമെന്ന് പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. താഴേന്ന് ഇടിച്ചു കുത്തി മേലോട്ട് പോകുന്നൊരു മാർക്കറ്റിൻ്റെ മുകളിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു എന്തെങ്കിലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലോ ഉണ്ടായാൽ അതിൻ്റെ പ്രോബബിലിറ്റി അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കുമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നോക്കിയാൽ മനസ്സിലാകും കൃത്യമായിട്ട്. നല്ല ഒരു 100 പോയിൻ്റ് ആണോ, 25,000 24,884 ഈ വര. ഏകദേശം ഒരു 125 പോയിൻറ്റിനടുത്ത് ഇവിടെ വരുവാണെങ്കിൽ 125 പോയിൻ്റ് ഒരു ഫോൾ കിട്ടി. ഈ ഒരൊറ്റ ട്രേഡ് മതിയായിരുന്നു നിങ്ങൾക്ക് ഇന്ന് മാറിയിരിക്കാൻ. 10 മണിയായപ്പോൾ ട്രേഡ് പരിപാടി അവസാനിപ്പിച്ച് സുന്ദരമായിട്ട് ഇന്നൊരു ഒറ്റ ട്രേഡിൽ നിങ്ങളുടെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കായിരുന്നു. ശരിയാണോ പറഞ്ഞേ, തെറ്റാണോ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ സപ്പോർട്ട് വന്നു. നമ്മുടെ സപ്പോർട്ടിൽ വന്ന് 24,888 വന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് മുകളിലോട്ട് പോയി ഇല്ലേ. പിന്നെ ആ ഒരു ഓസിലേഷൻ മാത്രമായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി ട്രേഡ്, നമുക്ക് ഈ ഒറ്റ ഇതാ പറഞ്ഞത്, നിങ്ങൾ ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് മനസ്സിലായോ. ഈ എൻട്രി എക്സിറ്റ് പോയിൻ്റ് നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി, അത് കറക്റ്റ് എക്സാമ്പിളാണിത്. ഇത് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ കൃത്യമായി നിങ്ങൾ ആ പ്രൈസ് ആക്ഷൻ സീരീസ് നിങ്ങൾ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ കൃത്യമായി എൻട്രി പോയിൻറ്റുകൾ നിങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി കാത്തിരുന്ന് ട്രേഡ് എടുക്കാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പം ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഇത്തരം പോകാനുള്ള കാര്യം എന്താ, GST എന്ന് പറഞ്ഞൊരു സംഭവമാണ് മാർക്കറ്റിനെ ഇന്ന് മുകളിലോട്ട് നയിച്ചത്. GST സ്ലാഷ് ചെയ്യുന്നു, കുറയ്ക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് മാർക്കറ്റിൽ നിന്ന് മേലോട്ട് കൊണ്ടുപോയത്. പക്ഷേ നമ്മളൊരു കാര്യം ഇന്ന് മനസ്സിലാക്കണം, ഇതിനകത്തിൽ GST കുറയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമയം എടുക്കും എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇങ്ങനൊരു പ്രപ്പോസൽ മാത്രമാണിത്, ഒരു GSTയുടെ ഒരു പ്രപ്പോസൽ മാത്രമാണ്. ഈ പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരോട് വിചാരിക്കണം. കാരണം GST കൗൺസിൽ കൂടണം. GST കൗൺസിൽ കൂടുമ്പം GST കൗൺസിലിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിലെ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് ഈ GST കൗൺസിൽ അംഗങ്ങൾ. അപ്പോൾ അവരോട് സമ്മതിക്കണം.
കാരണം അവർ സമ്മതിക്കുന്ന വെച്ചാൽ അവരുടെ സംസ്ഥാനത്തിൻ്റെ വരുമാന മാർഗ്ഗമാണ് ഇത് കുറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ വരുമാന മാർഗ്ഗം അങ്ങനെ കുറയുമ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്ത രീതിയിൽ എന്തെങ്കിലും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇതിനകത്തിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ വേറെ വരുമാന മാർഗ്ഗം കണ്ടെത്തേണ്ടി വരും. അതൊക്കെ വലിയ കോംപ്ലിക്കേഷൻസിലോട്ട് വരും. അത് അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇതിപ്പോൾ ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇത് GST കൗൺസിൽ കൂടി എന്തായാലും കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോഴത്തേക്കും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ന്യൂസിൻ്റെ പുറകിലാണ് ഈ മാർക്കറ്റ് പോയത്. നാളെ ഈ ന്യൂസ് നിലനിൽക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ US പിന്നെ റഷ്യ അതിൻ്റെ ചർച്ച ഇന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സെലൻസ്കി വാഷിങ്ടണിൽ വരുന്നുണ്ട് പുടിനെ മീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് ഇനിയും സെലൻസ്കി എന്തൊക്കെയാണ് ഡയലോഗ് പറയുന്നത്, അത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഉള്ളത്, പുള്ളി ആ പ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ ഇല്ലയോ, എന്താ ഡയലോഗ് പറയുന്നതൊക്കെ ആശ്രയിച്ച് ആയിരിക്കും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്മെൻറ്റ്. ഇന്ന് രാത്രി ഡൗ ജോൺസും അമേരിക്കയുടെ മാർക്കറ്റ് US മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും കലുഷിതമാണ് പിന്നെ നമ്മളുടെ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി സേഫ് ആകാൻ നിങ്ങൾ ശ്രമിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാളത്തെ കാര്യം പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. നാളെ നമ്മൾ വരച്ചിട്ട ലൈൻ തന്നെ അവിടെ തന്നെ നിൽക്കുന്നത് ഇല്ല. മാർക്കറ്റ് എവിടെ നമുക്ക് ഈ ലൈൻ വേണമെങ്കിൽ കുറച്ചൊന്ന് ഈ 888 എന്നുള്ള ലൈനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നിന്നോട്ട്. അപ്പോൾ 884 ഒരു 4 പോയിൻറ്റിൻ്റെ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, 880 ഓക്കെ ഇത് ഓക്കെ 882 84 882 അത് മാത്രമേ ഉള്ളൂ. ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം ഇവിടെ പറയാനുള്ളത് തന്നെ ഇത് പറയാനുള്ളതെല്ലാം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനുകൾ നോക്കുക, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഇപ്പം മുകളിൽ വരയ്ക്കാം വേറെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തിൽ. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഇന്നലെ പറഞ്ഞൊക്കെ തന്നെ. ഓക്കെ, അത് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്കറ്റ് എങ്ങും പോയില്ല, ഒരു കൺസോൾട്ടേഷൻ മൂഡിലോട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. എങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ തട്ടി തിരിച്ച് വരുമോ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പും ഇന്ന് നല്ല ഹ്യൂജ് ഗ്യാപ്പായിരുന്നു. ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി കാണും. പക്ഷേ ഇതൊന്നും നമുക്ക് ഭാഗ്യപരീക്ഷണം എന്ന് മാത്രമേ പറയാൻ പറ്റത്തില്ല, കൂടുതൽ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ ട്രേഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, മറ്റേ ഭാഗ്യപരീക്ഷണം അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇവിടെയും നമ്മുടെ ലെവലുകൾ ഈ നാളെ 12,840 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും. ഇല്ല തിരിച്ച് താഴെ ഇവിടെ വന്ന് തിരിച്ച് വരുമോ, അല്ല താഴെ വന്ന് മേലോട്ട് കയറുമോ എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാനിത് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിഫ്റ്റിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം നാളെ ഒരു ദിവസം കൂടെ മാർക്കറ്റിനെ വീഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റ് പിക്ചർ മനസ്സിലാകത്തുള്ളൂ. നാളത്തെ ഒരു ദിവസത്തെ മാർക്കറ്റിൻ്റെ അവസരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഗതി മനസ്സിലാവും കറക്റ്റായിട്ട്. എങ്ങോട്ടാണ് മാർക്കറ്റ് തിരിയാൻ പോകുന്നത്, മൂവ് ചെയ്യാൻ പോകുന്നുള്ളൊരു കറക്റ്റ് ഐഡിയ നമുക്ക് നാളത്തെ മാർക്കറ്റിലൂടെ നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.